ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ SSLC പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അതായത് പരീക്ഷയ്ക്ക് എഴുതി റിസൾട്ടൊക്കെ അറിഞ്ഞ് അത്യാവശ്യം എല്ലാ വിഷയത്തിലും പാസ്സായി +1 അലോട്ട്മെന്റ് കൊടുക്കാൻ പോകുന്ന നമ്മുടെ SSLC പിള്ളേർക്ക്. ഓക്കെ, അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് +1 അലോട്ട്മെന്റ് കൊടുക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യം വരിക എന്നുള്ളതൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. പക്ഷേ വീഡിയോൻ്റെ ലെങ്ത്തിനെ ബാധിക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ മനഃപൂർവ്വം അത് പറയാതിരുന്നതാണ്. സോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ആ ഒരു വീഡിയോൻ്റെ പാർട്ട് 2 ആയിട്ടുള്ള വീഡിയോ ആണ്. അതായത് ആ ഒരു വീഡിയോയിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണോ പറയാതിരുന്നത് ആ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോവുകയാണ്. അതായത് വേറൊന്നുമല്ല, എന്താണ് ട്രയൽ അലോട്ട്മെന്റ്, എന്താണ് ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ്, ആൻഡ് എന്താണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ്, ആൻഡ് എന്താണ് ട്രാൻസ്ഫർ അലോട്ട്മെന്റ്. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. സോ എനിവേ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഒരു ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇത്തരത്തിൽ പരീക്ഷയിൽ എല്ലാത്തിലും പാസ്സായി +1 അലോട്ട്മെന്റ് കൊടുക്കാൻ പോകുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മസ്റ്റ് ആയിട്ട് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ട്രയൽ അലോട്ട്മെന്റ് എന്ന് നോക്കാം. ഓക്കെ, ഈ ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ അലോട്ട്മെന്റ് കൊടുത്തില്ലേ, ഈ അലോട്ട്മെന്റ് കൊടുത്ത് ഒരു 1-2 ആഴ്ചക്കുള്ളിൽ വരുന്നതാണ് ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. ഈ ട്രയൽ അലോട്ട്മെന്റിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഈ അലോട്ട്മെന്റ് കുറേ സ്കൂളുകൾക്ക് ഇങ്ങനെ കൊടുക്കുമല്ലോ, അല്ലെങ്കിൽ കുറേ കോഴ്സുകൾക്ക് നമ്മൾ ഇങ്ങനെ കൊടുക്കുമല്ലോ. ഇപ്പോൾ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു കോഴ്സിന് മാത്രമായിരിക്കില്ല നമ്മൾ കൊടുക്കുക, കുറേ സ്കൂളുകൾക്കും കുറേ കോഴ്സുകൾക്ക് നമ്മൾ കൊടുക്കും. അപ്പോൾ ഈ അലോട്ട്മെന്റ് കൊടുത്തതിൽ ഏറ്റവും കൂടുതൽ ഏത് സ്കൂളിൽ അല്ലെങ്കിൽ ഏത് കോഴ്സിനാണ് സീറ്റ് കിട്ടാൻ ചാൻസ് എന്നുള്ളത് 90% ഏത് സ്കൂളിലാണ് അല്ലെങ്കിൽ ഏത് കോഴ്സിലാണ് സീറ്റ് കിട്ടാൻ ചാൻസ് കിട്ടുക എന്നുള്ളത് ഈ ട്രയൽ അലോട്ട്മെന്റിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ മുമ്പ് കൊടുത്തിട്ടുള്ള അലോട്ട്മെന്റ് ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചേർക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിലോ അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ട്രയൽ അലോട്ട്മെന്റിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ അപ്ഡേറ്റ് ചെയ്യാൻ മറന്നു പോയിട്ടുള്ളത്, അതുപോലെ തന്നെ എന്തൊക്കെ തെറ്റുകളാണോ വരുത്തിയിട്ടുള്ളത്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പരിഹരിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രയൽ അലോട്ട്മെന്റ്. ഇനി ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ കേസിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള എല്ലാ പിള്ളേർക്കും ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ സീറ്റ് കിട്ടും. ഒരു 80 അല്ലെങ്കിൽ 85% മുകളിൽ മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള എല്ലാ പിള്ളേർക്കും ഫസ്റ്റ് അലോട്ട്മെന്റ് തന്നെ സീറ്റ് കിട്ടും. ഓക്കെ, അതാണ് ഈ ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ അവർ പഠിച്ചിറങ്ങിയ സ്കൂളിൽ തന്നെ ചിലപ്പോൾ സീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്, അത് കൂടുതലാണ്, അതിന്റെ സാധ്യത കൂടുതലാണ്. ഇതാണ് ഫസ്റ്റ് അലോട്ട്മെന്റ്. ഇനി സെക്കൻഡ് അലോട്ട്മെന്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം എബോവ് ആവറേജ്, അതായത് ഒരു 65 അല്ലെങ്കിൽ 70% മുകളിൽ മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള എല്ലാ പിള്ളേർക്കും സെക്കൻഡ് അലോട്ട്മെന്റ് തന്നെ സീറ്റ് കിട്ടും. ചിലപ്പോൾ ചില കേസുകളിൽ അവർ പഠിച്ചിറങ്ങിയ സ്കൂളിൽ തന്നെ ചിലപ്പോൾ സീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതാണ് സെക്കൻഡ് അലോട്ട്മെന്റ്. ഇനി തേർഡ് അലോട്ട്മെന്റിലേക്ക് വരുമ്പോൾ അത്യാവശ്യം പാസ്സായിട്ടുള്ള എല്ലാ പിള്ളേർക്കും തേർഡ് അലോട്ട്മെന്റ് തന്നെ സീറ്റ് കിട്ടും. ഓക്കെ, ചിലപ്പോൾ അവർ പഠിച്ച സ്കൂളിൽ തന്നെ ചിലപ്പോൾ സീറ്റ് കിട്ടിയെന്ന് വരില്ല. അത് ഓരോ സ്കൂളുകളുടെ ഓരോ നയം അനുസരിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ അവരുടെ തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ അവരുടെ താലൂക്കിൽ തന്നെയുള്ള സ്കൂളുകളിൽ സീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അത്യാവശ്യം പാസ്സായിട്ടുള്ള എല്ലാ പിള്ളേർക്കും സീറ്റ് കിട്ടും, അത് ഉറപ്പാണ്. അത്യാവശ്യം പാസ്സായിട്ടുള്ള എല്ലാ പിള്ളേർക്കും സീറ്റ് കിട്ടും. ചിലപ്പോൾ ഒരു A+ ഉള്ള കുട്ടികൾക്കടക്കം കിട്ടും, അല്ലെങ്കിൽ A+ ഒന്നും ഇല്ലാതെ തന്നെ കിട്ടും. ഒരു A+ ഇല്ലെങ്കിലും നമുക്ക് എന്താ പറയുക, അത്യാവശ്യം പെർസെൻറ്റേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അത്യാവശ്യം നമ്മൾ പാസ്സായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തേർഡ് അലോട്ട്മെന്റ് തന്നെ സീറ്റ് കിട്ടും, അത് ഉറപ്പാണ്. ഇനിയിപ്പം നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റിൽ സീറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നുകിൽ നിങ്ങളുടെ മാർക്ക് അത്രത്തോനെ കമ്മിയായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾ കൊടുത്തിട്ടുള്ള അലോട്ട്മെന്റ് ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടാവും. അതുമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അലോട്ട്മെന്റ് കൊടുത്തു കഴിഞ്ഞിട്ട് ട്രയൽ അലോട്ട്മെന്റിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ അത് എഡിറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ വരുത്തി കാണും, അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടാണ്ടായിട്ടുണ്ടാവുക. കാരണം എനിക്ക് ഇതേപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അലോട്ട്മെന്റ് കിട്ടിയത് സപ്ലിമെന്ററിയിലാണ്. എനിക്ക് 2 A+ ഉണ്ട്, 2 അല്ല 3 A+ ഉണ്ട്. ഓക്കെ, 3 A+ ഉള്ള എല്ലാവർക്കും തേർഡ് അലോട്ട്മെന്റ് സീറ്റ് കിട്ടും. 3 വേണമെന്നില്ല, ഒരു A+ ഇല്ലെങ്കിൽ തേർഡ് അലോട്ട്മെന്റ് സീറ്റ് കിട്ടും. പക്ഷെ എനിക്കെന്തോ കിട്ടിയില്ല. എന്നിട്ട് പിന്നെ ഞാൻ കുറേ അന്വേഷിച്ചപ്പോഴാണ് ഇത് സംഗതി എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അത് വേറൊന്നുമല്ല, ഈ ട്രയൽ അലോട്ട്മെന്റ് എഡിറ്റ് ചെയ്യുന്നതിൻ്റെ അന്നാണ് എനിക്ക് ക്ലബ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. ആദ്യമായിട്ട് അലോട്ട്മെന്റ് കൊടുക്കാൻ പോണ സമയത്ത് എൻ്റെ കയ്യിൽ ക്ലബ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല. ട്രയൽ അലോട്ട്മെന്റ് വരുന്നതിൻ്റെ 2-3 ദിവസം മുമ്പാണ് എനിക്ക് ക്ലബ് സർട്ടിഫിക്കറ്റ് കിട്ടിയത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിൽ എഡിറ്റ് ഓപ്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ ഈ എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ക്ലബ് സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്തു.
ക്ലബ് സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്തിട്ട് അത് സബ്മിറ്റ് കൊടുത്തപ്പോൾ ഇതേപോലെ എന്താ പറയുക, സർട്ടിഫിക്കറ്റ് നമ്പർ, സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ഡേറ്റ്, അതുപോലെ തന്നെ ഇഷ്യൂഡ് വെന്യൂ ഇതൊക്കെ ചോദിച്ചു. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഡേറ്റിൻ്റെ അവിടെ എനിക്ക് എന്താ കൊടുക്കണ്ടേന്ന് അറിയില്ല. ഞാൻ അപ്പോഴത്തെ ആ ഒരു പാനിക് മോഡിൽ ഞാൻ എന്ത് ചെയ്തു, അന്നത്തെ ഡേറ്റ് കൊടുത്തു. അന്നത്തെ ഡേറ്റ് ഞാൻ കൊടുത്തു. പിന്നെ എന്താ പറയുക, സർട്ടിഫിക്കറ്റ് നമ്പർ അത് കറക്റ്റ് അതിലുണ്ടായിരുന്നു, അത് കാര്യമൊക്കെ ഞാൻ അത് എൻ്റർ ചെയ്തു. പിന്നീട് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ്, പിന്നെ അതും എൻ്റെ സ്കൂളിലെ നെയിം തന്നെ ഞാൻ എൻ്റർ ചെയ്തു. ഈ ഡേറ്റിൻ്റെ അവിടെ എന്തോ തെറ്റ് വന്നു. ഡേറ്റ് ഞാൻ അന്നത്തെ ഡേറ്റാണ് കൊടുത്തത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതൊന്നും എനിക്ക് ആ സമയത്ത് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ആ ഇതിലങ്ങനെ സബ്മിറ്റ് കൊടുത്തു, ഫൈനൽ സബ്മിഷൻ കൊടുത്തു. എന്നിട്ട് പിന്നെ തേർഡ് അലോട്ട്മെൻറ്റ് വന്നിട്ടും എനിക്ക് ഏത് സ്കൂളിലും സീറ്റ് കിട്ടിയില്ല. ഓക്കെ, അപ്പോഴേ എനിക്കിത് മനസ്സിലായില്ല, ഇത് എന്താണ് ഇതിൻ്റെ സംഗതി എന്നുള്ളത്. പിന്നീട് ഞാൻ നല്ല രീതിയിൽ ഒന്ന് ആലോചിച്ചെടുത്തപ്പോഴാണ് ഇതിങ്ങനെയായിരുന്നുല്ലേ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ട്രയൽ അലോട്ട്മെൻറ്റിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും അതിനകത്ത് നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ വരുത്തി കഴിഞ്ഞാൽ, ഫൈനൽ സബ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിലും സീറ്റ് കിട്ടിയെന്ന് വരില്ല. അതപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇതിൽ സീറ്റ് കിട്ടിയില്ല എന്ന് കരുതിയിട്ട് ആരും വിഷമിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ഉണ്ട്. ഓക്കെ, ഇനി എന്താണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് എന്ന് നോക്കാം. സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള അലോട്ട്മെൻറ്റ് ഓൾറെഡി വേസ്റ്റ് ആയിപ്പോയി. ഇനി അതുകൊണ്ടൊരു പ്രയോജനമില്ല. ഓക്കെ, തേർഡ് അലോട്ട്മെൻറ്റ് നമുക്ക് കിട്ടിയില്ലല്ലോ, അപ്പോൾ ഇനി അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം, പുതിയൊരു അലോട്ട്മെൻറ്റ് കൊടുക്കുകയാണ്. അതാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്. ഓക്കെ, എനിക്ക് തോന്നുന്നത് അത് ഓഗസ്റ്റിലൊക്കെയാണ് തോന്നുന്നത് അതിൻ്റെ ഡേറ്റ് അവർ പറയുക. ഓഗസ്റ്റിലോ അല്ലെങ്കിൽ ജൂലൈ അവസാനത്തിലൊക്കെ ആയിരിക്കും അതിൻ്റെ ഡേറ്റ് അവർ പബ്ലിഷ് ചെയ്യുക. അപ്പോൾ എന്താണെന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കുക, നിങ്ങളുടെ ടീച്ചറോട് നിങ്ങൾ ചോദിക്കുക. ഓക്കെ, സപ്ലിമെൻ്ററിൻ്റെ ഡേറ്റ് എപ്പോഴാണെന്നുള്ളത് ചോദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സപ്ലിമെൻ്ററി കൊടുക്കുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ വരുത്തിയിട്ടുള്ള തെറ്റുകൾ ഇതിൽ വരുത്താതെ നോക്കുക. നേരത്തെ എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ മറന്നു പോയിട്ടുള്ളത്, ആ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത്രേ പറയാനുള്ളൂ. ഓക്കെ, ഇതും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. പിന്നെ അടുത്ത കൊല്ലം വരെ കാത്തിരിക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു തെറ്റുപോലും വരുത്താൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്. ഇനി എന്താണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന് നോക്കാം. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ കേസൊന്നുമില്ല. അതായത് ഇപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടാത്ത സ്കൂളിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരു കോഴ്സിനാണ് സീറ്റ് കിട്ടിയത് എന്ന് വെക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആ സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ അടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ ടെമ്പററി അഡ്മിഷൻ എടുക്കുക. അപ്പോൾ 1 മാസം അവിടെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. എന്നിട്ട് പിന്നീട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റ് എപ്പോഴാണോ വരുന്നത്, അപ്പോൾ നിങ്ങൾ വല്ല അക്ഷയയിലോ അല്ലെങ്കിൽ ഈ കഫേയിലോ പോയിട്ട് എന്ത് ചെയ്യുക, തൊട്ടടുത്തുള്ള സ്കൂളുകളിലേക്കൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കോഴ്സുകളിലേക്കൊക്കെ അലോട്ട്മെൻറ്റ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ഏത് സ്കൂളിൽ അല്ലെങ്കിൽ ഏത് കോഴ്സിനാണോ അലോട്ട്മെൻറ്റ് കിട്ടുന്നത് ആ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ നേരത്തെ പഠിച്ച ആ 1 മാസം നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത ആ സ്കൂളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു കോഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ കോഴ്സിലേക്ക് ട്രാൻസ്ഫർ അടിക്കാം. പക്ഷെ അവിടെ ഒരു നിബന്ധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് കിട്ടിയത് സയൻസാണ്. ഓക്കെ, നിങ്ങൾക്ക് നേരത്തെ കിട്ടിയത് സയൻസ് ആണെന്ന് വെക്കുക. അപ്പോൾ ഈ സയൻസിൽ നിന്ന് നിങ്ങൾ ഇഷ്ടപ്പെട്ടത് ഹ്യൂമാനിറ്റീസ് ആണ്. ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന കോഴ്സ് അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സയൻസിൽ നിന്ന് ഹ്യൂമാനിറ്റീസിലേക്ക് ചാടാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് ഹ്യൂമാനിറ്റീസ് ആണ്, നിങ്ങൾക്ക് സയൻസിലേക്കാണ് പോകേണ്ടത് എങ്കിൽ ഈ ഹ്യൂമാനിറ്റീസിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും സയൻസിലേക്ക് പോകാൻ പറ്റില്ല, വേറെ വല്ല കോഴ്സിലേക്ക് പോകേണ്ടി വരും. അതെന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കമൻറ്റിൽ ഞാൻ കൊടുക്കാട്ടെ. എനിക്കത് കറക്റ്റ് അറിയില്ല, ഞാനൊന്ന് റിസർച്ച് ചെയ്തിട്ട് കമൻറ്റിൽ ഞാനത് പിൻ ചെയ്ത് വെക്കാം. ഏതൊക്കെ കോഴ്സിലേക്കാണ് ചാടാൻ പറ്റുക, ഏതൊക്കെ കോഴ്സിലേക്കാണ് ചാടാൻ പറ്റാതിരിക്കുക എന്നുള്ളതൊക്കെ ഞാൻ എന്ത് ചെയ്യാം, കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. ഇതാണ് കോഴ്സുമായിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ സ്കൂളിൽ നിന്ന് വേറെ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ അടിക്കുമ്പോഴും ഇതേപോലത്തെ പ്രശ്നമുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു സ്കൂളിൽ 1 മാസം ടെമ്പററി ആയിട്ട് കണ്ടിന്യൂ ചെയ്തിട്ട് പിന്നീട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കൊടുത്ത് വേറെ ഏതോ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ആ സ്കൂളിൽ തന്നെ, ഏത് സ്കൂളിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയത് അവിടെ തന്നെ പഠിക്കേണ്ടി വരും. പിന്നീട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, കാരണം ഇവിടെ നിന്ന് ഓൾറെഡി TC തന്നയിച്ചു. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല. അതാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സോ അപ്പോൾ എന്തായാലും എന്താണ് ട്രയൽ അലോട്ട്മെൻറ്റ്, എന്താണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ്, അതുപോലെ തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് എന്താണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്നുള്ളതൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചോദിച്ചാൽ മതി, ഞാൻ അതിൻ്റെ റിപ്ലൈ തരാം. ഓക്കെ, സോ അപ്പോൾ എനിവേ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ചങ്കുകൾക്കൊക്കെ മസ്റ്റായിട്ട് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.